കേരളത്തിലെ അപൂർവം ഭദ്രകാളി ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ചൂട്ടുപടയണി പാലാ പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആചാരപൂർവ്വം നടന്നു. വ്രതശുദ്ധിയോടെ പുരുഷന്മാരാണ് പടയണി എടുക്കുന്നത്. നായാട്ടുവിളിയോടെ ക്ഷേത്രത്തിന് 3 തവണ പ്രദക്ഷിണം വെച്ച ശേഷമാണ് പടയണി ആരംഭിക്കുന്നത്. പാലാ പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് പാരമ്പര്യ ആചാരപ്രകാരം ചൂട്ടുപടയണി നടന്നു. വ്രതശുദ്ധിയോടെയാണ് ഭക്തർ ചൂട്ടുപടയണിയിൽ പങ്കെടുക്കുന്നത്. പുരുഷന്മാരാണ് പടയണി എടുക്കുന്നത്. ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി കൊളുത്തിയ ദീപനാളത്തിൽ നിന്നും ചൂട്ടുകറ്റകളിലേക്ക് അഗ്നി പകരുന്നു. തുടർന്ന് നായാട്ടുവിളിയോടെ ക്ഷേത്രത്തിന് 3 തവണ പ്രദക്ഷിണം വെച്ച ശേഷം ക്ഷേത്രമതിൽക്ക് പുറത്തു കടക്കും. കത്തിച്ച ചൂട്ടുകറ്റയുടെ ചൂട് പടയണിയെടുക്കുന്ന ഭക്തരിലേക്ക് പകരുന്നു. പിടിച്ചും കൊണ്ട് താനും തന്റെ സേവകന്മാർ 600,000-നെയും അകമ്പടിയും കോട്ടിച്ചും കൊണ്ട് പാണ്ഡ്യനാട്ടിനെഴുന്നള്ളി പാണ്ഡ്യൻ തന്നെ കണ്ടു സേവയും ചെയ്തു നിന്നപ്പോൾ കിട്ടിയ ധനങ്ങളെല്ലാം കൂടിയരോഗർക്കും നൽകി. തുടർന്ന് ആദ്യത്തെ താളത്തിൽ കത്തിച്ച ചൂട്ടുകറ്റകൾ താളത്തിൽ പരസ്പരം അടിക്കുന്നു. മെടഞ്ഞ ചൂട്ടുകറ്റകൾ തീരുവോളം ഈ ആചാരം തുടരും. പടയണിക്ക് ഒരാഴ്ച മുൻപ് തന്നെ ചൂട്ടുകറ്റകൾ മെടഞ്ഞ് പാകപ്പെടുത്തും. കത്തിച്ച് ബാക്കി വന്ന ചൂട്ടുകറ്റകൾ ചേർത്ത് ആഴി തീർക്കുന്നു. ആഴിക്ക് ചുറ്റും ദേവീസ്തുതിയോടെ കൈകൾ താളത്തിൽ കൊട്ടി വലം വെക്കുന്നു. തുടർന്ന് ആഴിയിൽ നിന്നുമുണ്ടായ ഭസ്മം പടയണി എടുത്തവർ നെറ്റിയിൽ ചാർത്തുന്നതോടെ പടയണിക്ക് പൂർണ്ണമാകുന്നു. തുടർന്ന് കാഴ്ചക്കാരായ ഭക്തരെല്ലാവരും ഭസ്മം നെറ്റിയിൽ ചാർത്തും. നാടിനെ പകർച്ചവ്യാധികളിൽ നിന്നും മഹാദുരന്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി കാലാകാലങ്ങളായി അനുഷ്ഠിച്ചുവരുന്ന ഒരു ആചാരമാണ് ചൂട്ടുപടയണി. നിരവധി ഭക്തരാണ് ചൂട്ടുപടയണിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പടയണി കാണുന്നതിനായി എത്തിച്ചേരുന്നത്. i4u ന്യൂസ്, പാലാ.